നമസ്കാരം. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ചരിത്രപരമായ നാഴികക്കല്ലുകൾ അടയാളപ്പെടുത്തുന്ന 50 വിസ്മയ ദിനങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. ഇന്ന് രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പഴയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ബഹുമാനപ്പെട്ട ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരനാണ് ഉദ്ഘാടനവും പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനവും നിർവഹിച്ചത്. കഴിഞ്ഞ 50 ദിവസങ്ങൾക്കുള്ളിൽ ആരോഗ്യരംഗത്ത് സർക്കാർ കൈവരിച്ച വിപ്ലവകരമായ നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും വിശദീകരിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. ആ ചടങ്ങിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. പ്രാർത്ഥനയോടുകൂടി പരിപാടി ആരംഭിക്കാം. നല്ല വാക്കിൻ്റെ ശീലോ ചൊല്ലുവാൻ സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിലയാകണേ. സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമി അമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ. ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ. ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ. ലോകമെന്നൊന്ന പാഠമെന്നും മനസ്സിൽ എഴുതേണമേ. ഇന്നത്തെ പരിപാടി ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു വീഡിയോ പ്ലേയോടുകൂടി നമുക്ക് ഇതിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. I, K. Muralidharan, do swear in the name of God that I will bear true faith and allegiance to the Constitution of India. ജനങ്ങളുടെ പ്രതീക്ഷകളാണ് ഓരോ വകുപ്പിനെയും മുന്നോട്ട് നയിക്കുന്നത്. ആരോഗ്യ വകുപ്പിന്റെ കാര്യത്തിലാകട്ടെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അനുഭവഭേദ്യമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. എല്ലാവർക്കും ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ ചികിത്സ രോഗിയുടെ അവകാശം, മരുന്ന് രോഗിയുടെ അവകാശം, കിടക്ക രോഗിയുടെ അവകാശം. ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ആരോഗ്യ കേരളത്തിന്റെ പുതിയ അധ്യായങ്ങൾ തുറന്നിടുകയാണ്. ശുചിത്വം ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും ആരംഭിക്കണം. ഈ ആശയം മുൻനിർത്തി മെയ് 30 തുടക്കം ക്ലീനിംഗ് ക്യാമ്പയിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടക്കം കുറിച്ചു. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിന് ഡ്രൈ ഡേ കലണ്ടർ തയ്യാറാക്കി ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരണം. വെള്ളിയാഴ്ച സ്കൂളുകളിൽ, ശനിയാഴ്ച ഓഫീസുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ, ഞായറാഴ്ച വീടുകളിൽ. ശുചീകരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന സ്കൂൾ തല പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പയിന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ തുടക്കമായി.
സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം ശാസ്ത്രീയമായി മനസ്സിലാക്കി അത് പ്രതിരോധിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പൊതുജനാരോഗ്യ വിദഗ്ധർ ഉൾപ്പെടുന്ന ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റി വിശദമായി പഠനം നടത്തി നിർദ്ദേശങ്ങൾ I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love. ഉയർത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some modestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone's help. I had to do it all myself. പുതിയ തസ്തികകൾ. കേന്ദ്ര അനുമതിക്കായുള്ള ചർച്ചകൾ പൂർത്തിയായിരിക്കെ കേരളത്തിൽ എയിംസിനായി 10 സ്ഥലങ്ങൾ കണ്ടെത്തി. ഹരിപ്പാട് സൂപ്പർ സ്പെഷ്യാലിറ്റി പുതിയ PG ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടനെടുക്കും. ആശുപത്രി വികസന സമിതികളിൽ പട്ടികജാതി പട്ടികവർഗ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കി. ആരോഗ്യരംഗത്ത് പുത്തനുണർവായി 415 പുതിയ ഡോക്ടർമാരുടെ നിയമനം. കാര്യക്ഷമമായ സേവനത്തിനായി താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ ഹൗസ് സർജൻമാരെ നിയമിച്ചു. SAT ആശുപത്രിയിൽ
സാംക്രമിക രോഗങ്ങൾക്കായി പ്രത്യേകം വാർഡും ആരംഭിച്ചു. തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജായ കെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു. നിപ കൂട്ടായ പരിശ്രമത്തിലൂടെ പ്രതിരോധിച്ചു. ഷിഗല്ല ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളെ ജനകീയ ഇടപെടലിലൂടെ പ്രതിരോധിക്കാൻ സാധിച്ചു. 50 ദിനങ്ങൾ, സമാനതകളില്ലാത്ത നേട്ടങ്ങൾ. ആരോഗ്യ കേരളത്തിന്റെ കരുത്തുറ്റ ചുവടുവയ്പ്പുകളുമായി ആരോഗ്യവകുപ്പ് മുന്നേറുന്നു. നമസ്കാരം. ആരോഗ്യ വകുപ്പിലെ 50 വിസ്മയ ദിനങ്ങൾ. ചികിത്സ, മരുന്ന്, കിടക്ക എന്നിവ ഒരു രോഗിയുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും മികച്ച ആരോഗ്യ സേവനം ഉറപ്പാക്കാനാണ് ആരോഗ്യവകുപ്പ് പരിശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി 100 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട പല പദ്ധതികളും വെറും 50 ദിവസത്തിനുള്ളിൽ വിസ്മയകരമായി പൂർത്തിയാക്കിയ നേട്ടവുമായാണ് ആരോഗ്യവകുപ്പ് ഇന്ന് പൊതുജനങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. നിലവിലെ ആരോഗ്യ സംവിധാനങ്ങളെ പൊളിച്ചെഴുതി രോഗി സൗഹൃദമായ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 50 ദിവസങ്ങളായി നടന്നുവരുന്നത്. ഈ സുവർണ നേട്ടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറാക്കിയ ആരോഗ്യ വകുപ്പിലെ 50 വിസ്മയ ദിനങ്ങൾ എന്ന ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോഗ്യ വകുപ്പ് ഡോക്ടർ ഷർമിള മേരി ജോസഫ് IAS അവരുകളെയും ഉദ്ഘാടനത്തിനും പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനത്തിനുമായി ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ അവരുകളെയും മറ്റ് വിശിഷ്ട അതിഥികളെയും വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാഗത പ്രസംഗത്തിനായി ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KV വിശ്വനാഥൻ അവരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ന് ഈ വേദിയിൽ നമ്മൾ പുലയനാർ കോട്ട ഒരു 200 ബെഡുള്ള DMEയും DHSും ഒത്തുചേർന്ന് ഇത്തരം ഒരു പരിപാടി, എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ്. കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ മെഡിക്കൽ കോളേജ് നമ്മൾ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ DHSന് എപ്പോഴും ഒരു വിഷമവും സങ്കടമാണ്. കാര്യം അതിൽ DHS ഒരു ഭാഗമാകുന്നില്ല. എന്നാൽ DHSൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ DME ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങ് എൻഗൾഫ് ചെയ്യുകയാണെന്നുള്ളൊരു ഫീലിംഗാണ് എപ്പോഴും ഉള്ളത്. എന്നാൽ അതിനുപരി ഇന്ന് പുലയനാർ കോട്ടയിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഈ ഇൻ്റഗ്രേറ്റഡ് ഫെസിലിറ്റി DMEയും DHSും ഒത്തുചേർന്ന്, അതിനാണ് അതിൻ്റെ ആ വാക്കിൻ്റെ പ്രാധാന്യം, ഇൻ്റഗ്രേറ്റഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് തന്നെയാണ് ഈ ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ടൊരു വിശ്വാസമുണ്ട്, ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ഫെസിലിറ്റി നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും. കാര്യം ഇവിടെ ഒരു തർക്കമില്ല, അത് DMEയുടെ ആണോ DHSൻ്റെ ആണോ എന്ന് യാതൊരു തർക്കവും ഇല്ലാത്തൊരു സംരംഭമാണിത്. നേരത്തെ പറഞ്ഞ പോലെ 50 ദിവസം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് പ്രൈമറി ആയിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി മുരളീധരൻ സാറാണ്. സാറിൻ്റെ നേതൃത്വത്തിൽ മീറ്റിംഗ്സും പലതരം ഡിസ്കഷൻസും നടന്ന്, ഒപ്പം തന്നെ നമ്മുടെ PS നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിരന്തര ഇടപെടൽ ഈ കാര്യത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ നമുക്ക് അഭിമാനം കൊള്ളാം. കാര്യം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു പ്രധാന കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അധ്യക്ഷ ഡോക്ടർ ഷർമിള മേരി ജോസഫ്, പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോഗ്യവകുപ്പ് മാഡം, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലെ 88 MBBS ബാച്ചാണ്, 1988. ഞാൻ 1985 ബാച്ചാണ്. അപ്പോൾ മാഡത്തിനെ ഇതിൻ്റെ അധ്യക്ഷ വഹിക്കുന്ന മാഡത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ സാർ ആദ്യം നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ സാർ പറഞ്ഞ ഒറ്റ കാര്യമാണ്, അതായത് രോഗികൾ നിലത്തിൽ കിടക്കാൻ പാടില്ല, അതിലെവിടേക്കാണ് രോഗികൾ കിടക്കുന്ന നിലത്ത് എന്നുള്ള കണക്ക് കൃത്യമായിട്ട് വേണം. അങ്ങനെ നോക്കിയപ്പോഴാണ് തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോയപ്പോൾ എറണാകുളത്തും അത്
അനുഭവിക്കുകയുണ്ടായി. എറണാകുളം മെഡിക്കൽ കോളേജിലും കുറച്ച് രോഗികൾ നിലത്തിൽ കിടക്കുന്നു. പക്ഷേ എന്നാൽ ഇവിടെയൊക്കെ നമുക്ക് സൗകര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. തിരുവനന്തപുരത്തുള്ള പ്രത്യേക പ്രശ്നം, നമുക്ക് ഒരു സർജിക്കൽ ബ്ലോക്ക് മൊത്തത്തിൽ ഒരു 200 ബെഡിൻ്റെ ഫെസിലിറ്റി നമ്മൾ പൊളിച്ചിട്ട് പുതിയൊരു കെട്ടിടം വരികയാണ്. അപ്പോൾ അവിടെ 200 ബെഡിൻ്റെ കുറവ് വന്നു. ഒപ്പം തന്നെ പുതിയ സ്പെഷ്യാലിറ്റികൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നു. അതിന് മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസോ കപ്പാസിറ്റിയോ ഈ മെഡിക്കൽ കോളേജിൽ ഇല്ല. ഒപ്പം നമുക്ക് റെഫറൻസസ് കൂടുന്നു, അസുഖങ്ങളുടെ പാറ്റേൺ മാറുന്നു, ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ അടിസ്ഥാനമായിട്ട് ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്ന് വിശദമായിട്ട് സാറിൻ്റെ മീറ്റിംഗ്സിൽ നമ്മൾ ഉത്ഭവിച്ചതാണ് ഇങ്ങനെ ഒരു ആശയം. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഇൻ്റഗ്രേറ്റഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഇവിടെ തുടങ്ങുന്നത്. 200 കടക്കകളാണ് അവിടെ നമുക്ക് അധികമായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ 200 കടക്കുകളിൽ നമുക്ക് ഇനി ആ സിസ്റ്റം എങ്ങനെ സെറ്റ് ചെയ്യണം നോക്കിയപ്പോഴാണ് അവിടെ നമ്മളൊരു പുതിയ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, M7 എന്ന യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം സാറിൻ്റെ ഒരു നേതൃത്വത്തിലാണ്. അപ്പോൾ ഈ വേദിയിൽ സാറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇതിനൊക്കെ സഹായിച്ച ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഡോക്ടർ സുനിൽ, സാറിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഡോക്ടർ സുനിലാണ്. ഡോക്ടർ സുനിലിനും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ DHSനെ റെപ്രസെൻ്റ് ചെയ്ത് ഇവിടെ DHSും DMO ഇരിപ്പുണ്ട്. അപ്പോൾ DHSും DMOയും ആദ്യം മുതൽക്ക് തന്നെ നമ്മുടെ ഒപ്പം DMEയുടെ കൂടെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ, ഞാനത് പറയണം. ബിക്കോസ് DME ഒരു കാര്യത്തിന് വിളിച്ചാൽ DHS അങ്ങോട്ട് പോകും. അപ്പോൾ ആ ഒരു സിസ്റ്റം മാറി ഇപ്പോൾ DMEയും DHSും ഒന്നിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ വളരെ അഭിമാനം കൊള്ളാം നമുക്ക്. എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ഇങ്ങനെ പോയാൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിന് പരിഹാരം കണ്ടെത്തും. മാഡത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. DMO എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, ഡോക്ടർ ബിന്ദു മോഹൻ. അപ്പോൾ DMOനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ SMD NHM ഡോക്ടർ അരുൺ IAS, അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ടീമിലെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, ചെസ്റ്റ് ഡിസീസസ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട്, അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽസിലുള്ള എല്ലാ ഫാക്കൽറ്റീസും എല്ലാ സ്പെഷ്യലിസ്റ്റുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മീഡിയ, നമ്മുടെ പൊതുജനങ്ങൾ, റെപ്രസെൻറ്റേറ്റീവ്സ്, വിവിധ പൊളിറ്റിക്കൽ പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം നിർത്തുന്നു. അധ്യക്ഷയെ ക്ഷണിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട കേരള ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ K. മുരളീധരൻ അവർകൾ, സ്വാഗതം ആശംസിച്ച ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ KV വിശ്വനാഥൻ, വേദിയിലുള്ള മിഷൻ ഡയറക്ടർ ആരോഗ്യ കേരളം ശ്രീ അനു S. നായർ, ഡയറക്ടർ ആരോഗ്യ വകുപ്പ് DHS ഡോക്ടർ മീനാക്ഷി, DMO ട്രിവാൻഡ്രം ഡോക്ടർ ബിന്ദു മോഹൻ, മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ, യോഗത്തിൽ പങ്കെടുക്കുന്ന മെഡിക്കൽ കോളേജിലെയും ആരോഗ്യ വകുപ്പിലെയും ഉയർന്ന ഉദ്യോഗസ്ഥരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആരോഗ്യ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ വകുപ്പിലെ 50 വിസ്മയ ദിനങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് വന്നിരിക്കുന്ന ഇവർക്കും DME സ്വാഗതം ആശംസിച്ചു കഴിഞ്ഞു. എങ്കിലും ആരോഗ്യ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാവർക്കും ഞാനും സ്വാഗതം ആശംസിക്കുകയാണ്. DME സൂചിപ്പിച്ചതുപോലെയും നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെയും കഴിഞ്ഞ 50 ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ K. മുരളീധരൻ സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ചത്. ബഹുമാനപ്പെട്ട മന്ത്രിയും അതിൽ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ടായിരിക്കും. DME നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഏറ്റവും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻ ഒരുപക്ഷെ കട്ടിൽ എൻ്റെ അവകാശമാണ്, ബെഡ് എൻ്റെ അവകാശമാണ് എന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ആ തീരുമാനമാണ്. ഒരു രോഗിയും നിലത്ത് കിടക്കാൻ പാടില്ല. എല്ലാ രോഗിക്കും നമ്മൾ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ട് ഒരു ബെഡിൻ്റെ സൗകര്യം ഉറപ്പാക്കി
അതോടൊപ്പം ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഏത് ആരോഗ്യ സംവിധാനത്തിലാണെങ്കിലും അത് ഏറ്റവും ഉയർന്ന ടേഴ്സറി ഹെൽത്ത് സെൻ്ററായ മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പോലെയുള്ള ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പോലെയുള്ള ഹോസ്പിറ്റലാണെങ്കിലും അത് അല്ലെങ്കിൽ ഒരു ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും എവറി പേഷ്യൻറ്റ് who comes to the hospital for treatment, every patient who seeks treatment in any hospital will be treated with dignity, will be revered with dignity, and the best possible treatment will be extended to any patient who enters any health institution in our state. ആ ഒരു പ്രഖ്യാപനമാണ് ഒരു പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രഖ്യാപനമായിട്ട് എനിക്ക് തോന്നിയത്. ബിക്കോസ് രോഗിക്ക് ചികിത്സ നൽകുന്നതോടൊപ്പം രോഗിയെ ഡിഗ്നിഫൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴായിരിക്കാം that treatment also becomes divine. ആ ഒരു സന്ദേശത്തോടെ ആരോഗ്യ മേഖലയിലെ ഏതൊരു പ്രവർത്തകനും അത് ഡോക്ടർ മുതൽ താഴെ തട്ടിലുള്ള ആരോഗ്യ വകുപ്പിലെ ഏതൊരു എംപ്ലോയിയും ആ ഒരു ആറ്റിറ്റ്യൂഡോടെ പേഷ്യൻറ്റിനെ സമീപിക്കുമ്പോൾ, ആ ഒരു ആറ്റിറ്റ്യൂഡോടെ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ, ആ ഒരു ആറ്റിറ്റ്യൂഡോടെ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ the treatment becomes divine. The treatment becomes the best possible treatment that we could give. ആ ഒരു ആറ്റിറ്റ്യൂഡോടെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹ്യൂമൻ റിസോഴ്സസ് അത് കറക്റ്റായിട്ട് മാപ്പ് ചെയ്ത് ഹ്യൂമൻ റിസോഴ്സ് ഗ്യാപ്പ് ഉള്ളിടത്ത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഫില്ല് ചെയ്യാനുള്ള നടപടിക്കും ബഹുമാനപ്പെട്ട മന്ത്രി നമ്മൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പ് അനാലിസിസിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ ഹോസ്പിറ്റൽസും will aspire to be the best institution as far as infrastructure facilities are available. ഏറ്റവും നല്ല വാർഡുകൾ വേണം, ഏറ്റവും നല്ല എക്വിപ്മെൻറ്റ്സ് വേണം, ഏറ്റവും നല്ല ബിൽഡിംഗ് വേണം. അപ്പോൾ വാർഡും ബിൽഡിങ്സും ഫെസിലിറ്റീസും ഉള്ളപ്പോൾ we would need the requisite manpower. We would need requisite manpower in terms of medical manpower as well as supporting manpower. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്യാപ്പ് അനാലിസിസ് നടത്തുന്നതിനുള്ള നിർദ്ദേശവും ബഹുമാനപ്പെട്ട മന്ത്രി വകുപ്പിന് നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികൾ നമ്മുടെ മെഡിക്കൽ കോളേജസ് മുതൽ താഴെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെയുള്ള ഒരു ഗ്യാപ്പ് അനാലിസിസ് നടത്തി അതിൻ്റെ ഫൈനാൻഷ്യൽ അലോക്കേഷൻ അല്ലെങ്കിൽ അതിനുള്ള ഫണ്ടിങ് റിക്വയർമെൻറ്റിന് വേണ്ടിയുള്ള പ്രപ്പോസൽസ് തയ്യാറാക്കുന്നതിനും ഡിപ്പാർട്ട്മെൻറ്റ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാനുള്ള പ്രപ്പോസൽ ആരോഗ്യവകുപ്പ് മന്ത്രിയിലൂടെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാനുള്ള പ്രപ്പോസലും ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കി വരുന്നുണ്ട്. പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ കാര്യം നോക്കുമ്പോഴും SDG 3 which deals with health, Kerala has the best indicator or the best result when we compare with other states of the country. അപ്പോൾ ആ ബെസ്റ്റ് റിസൾട്ടിൻ്റെ ഇൻഡിക്കേഷൻ ബിക്കോസ് we have been able to manage most communicable diseases. എന്നാൽ ഇന്ന് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതൊക്കെ അനുസരിച്ച് പുതിയ തരത്തിലുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് നമ്മളുടെ പുതിയ ബേർഡനായിട്ട് വരുന്നത്. നേരത്തെ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസ്, ഇപ്പോൾ നീപ്പ വരുന്നുണ്ട്, മങ്കി പോക്സ്, ഷിഗല്ല ഒന്നും പണ്ട് ഞാൻ പഠിച്ചിരുന്ന കാലത്തൊന്നും അധികം കേട്ടിട്ടില്ല. നീപ്പ വി ഹേർഡ് ഓഫ് നീപ്പ ഓൺലി ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺലി ഫ്യൂ ഇയേഴ്സ് ബാക്ക്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചും ഈറ്റിംഗ് പാറ്റേൺസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചും കൂടുതൽ വേറെ സ്ഥലങ്ങളിൽ നിന്നുള്ള പോപ്പുലേഷൻ വരുന്നതനുസരിച്ചും ആൻഡ് സിൻസ് വി ആർ എ ഹൈലി മൊബൈൽ പോപ്പുലേഷൻ ഇൻ ആർ സ്റ്റേറ്റ്. അപ്പോൾ അതുകൊണ്ട് പുതിയ തരത്തിലുള്ള വൈറസസ്, സീക്ക വൈറസ്, മറ്റു പല വൈറസസ്, മറ്റു പല ഡിസീസ് കോസിങ് ഏജൻസ് കൂടുതൽ ഇവിടെ അതുമൂലമുള്ള ഡിസീസസ് കൂടുതൽ ഇവിടെ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് ഓൾസോ ബിക്കോസ് അവർ ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് വി ഗിവ് ഫോക്കസ് ടു ബെസ്റ്റ് ടെസ്റ്റിംഗ് ഓപ്ഷൻസ് ആസ് വെൽ. അപ്പോൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുന്നു. പുതിയ രീതിയിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ ടാക്കിൾ ചെയ്യുന്നതിനുള്ള എപ്പിഡമിക് കാലണ്ടർ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ പറ്റി നേരത്തെ വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ ആ കമ്മിറ്റീസ് ഒക്കെ സജസ്റ്റ് ചെയ്തതുപോലെ എപ്പിഡമിയോളജി കാലണ്ടറും നമ്മൾ തയ്യാറാക്കുന്നതിനുള്ള നടപടി എടുത്തിട്ടുണ്ട്. പിന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ കാര്യം പറയുമ്പോൾ കേരള ഈസ് നൗ നോൺ ആസ് ദ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദ കൺട്രി. നമ്മളുടെ ലോഞ്ചിവിറ്റി കൂടിയതനുസരിച്ചും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് അനുസരിച്ചും ഈറ്റിംഗ് ഹാബിറ്റ്സിൻ്റെ ചേഞ്ച് ഒക്കെ കൊണ്ടുമായിരിക്കാം the incidence of diabetes, and of course because of increased testing and because of our health seeking behavior
There is a high incidence of diabetes in our state, high incidence of hypertension in our state, and the senior citizen population കൂടുന്നതുകൊണ്ട് ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിലേക്ക് നമ്മുടെ പോപ്പുലേഷൻ പാറ്റേൺ മാറുന്നതുകൊണ്ടും the burden on the health infrastructure is going to increase in order to manage non-communicable diseases and the secondary or the complications following the non-communicable diseases. അപ്പോൾ മാറി വരുന്ന ഡിസീസ് പാറ്റേൺ അനുസരിച്ച് the health systems will have to be upgraded, the health infrastructure will have to be upgraded, health manpower will also have to be adequately trained, and newer kinds of or newer specialists, newer courses for newer specialities ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഡയറക്ഷൻസും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ വകുപ്പിന് നൽകിയിട്ടുണ്ട്. സോ നമ്മളുടെ ലുക്കിംഗ് അഹെഡ് ഒരു വലിയ ജോലി ഭാരമാണ്, വലിയ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി വകുപ്പിനും വകുപ്പിന്റെ എല്ലാ വിവിധ സബ് ഏജൻസീസിനും DMAക്കും DHSനും മറ്റ് സബ് ഏജൻസീസിനും NHMനും ഒക്കെ ഭാരിച്ച ഉത്തരവാദിത്വങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആ ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മാർഗനിർദ്ദേശം വകുപ്പിന് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് അറിയാം. അതനുസരിച്ച് നമ്മുടെ ബജറ്റ് സ്പീച്ചിലൊക്കെ ഒരുപാട് അനൗൺസ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഒരു ഹെൽത്ത് സിറ്റി ഉണ്ടാക്കുന്ന അനൗൺസ്മെന്റ്, പുതിയ സെക്കൻഡ് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിന്റെ അനൗൺസ്മെന്റ് അനുസരിച്ച് വി ഹാവ് ഓൾറെഡി ഇഷ്യൂഡ് ദ GO. കഴിഞ്ഞ ദിവസം GO ഇഷ്യൂ ചെയ്തു. ഇനി അതിന്റെ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെപ്സ് ഒരുപാട് വളരെ പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ എയിംസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി യൂണിയൻ മിനിസ്റ്ററുമായിട്ട് കഴിഞ്ഞ ദിവസം ഓൺലൈനായിട്ട് ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നടത്തുകയുണ്ടായി. അപ്പം ഒരുപാട് കാര്യങ്ങൾ we have to do, and the health department has to work in unison, has to work in close collaboration with all sister agencies, with other in collaboration with other departments also, so as to take this motto of Healthy Kerala forward. But Healthy Kerala എന്ന് പറയുമ്പോൾ healthy aging is also an important aspect that we are looking at. Non-communicable diseases, communicable diseases, പുതിയ communicable diseases ഒരുപോലെ ടാക്കിൾ ചെയ്യുന്നതിനുള്ള ഒരു കോംപ്രിഹെൻസീവ് ആക്ഷൻ പ്ലാൻ അത് റെഡിയാക്കുന്നുണ്ട്. അതുപോലെ എല്ലാ സബ് ആക്ടിവിറ്റീസിലും ഇപ്പം ക്യാൻസറിന്റെ ഇൻസിഡൻസ് കൂടുന്നു. അപ്പം അതിനുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ. സോ നോക്കുമ്പോൾ വി ഹാവ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ബിഫോർ അസ്. ആ റെസ്പോൺസിബിലിറ്റി നിർവഹിക്കുവാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശവും അനുഗ്രഹവും ഡിപ്പാർട്ട്മെന്റിന് ഉണ്ട് എന്ന് ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും അറിയാം. ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ദൃഢപ്രതിജ്ഞ ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രിയെ, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനും 50 വിസ്മയ ദിവസങ്ങളുടെ റിപ്പോർട്ട് പ്രകാശനം ചെയ്യുന്നതിനും വിനയപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ അവർകളെ ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷ, ആരോഗ്യവകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് അവറുകളെ, സ്വാഗതം ആശംസിച്ച DME ഡോക്ടർ വിശ്വനാഥൻ, ഇവിടെ സംബന്ധിക്കുന്ന സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ശ്രീ അനിൽ എസ് നായർ, അതുപോലെ തന്നെ DHS ഡോക്ടർ മീനാക്ഷി, DMO, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, വളരെ ധന്യമായൊരു നിമിഷത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ 50 വിസ്മയ ദിനങ്ങൾ. ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഇത്രയേറെ നമുക്ക് 50 ദിവസം മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി മുതൽ താഴെത്തട്ടിലെ അവസാനത്തെ അറ്റൻഡർ വരെയുള്ളവരുടെ കൂട്ടായ്മ, 2 ഡോക്ടർമാർ മുതൽ തൂപ്പുജോലി ചെയ്യുന്നവർ വരെയുള്ള കൂട്ടായ്മ, ഇന്നലെ വരെ 2 ഘടകങ്ങളായി കണക്കാക്കിയിരുന്ന DMEയും DHSഉം ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം. ഇതെല്ലാമാണ് ഈ 50 ദിവസം കൊണ്ട് കുറേയൊക്കെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഈ 50 ദിവസം നേരിട്ട പ്രയാസങ്ങൾ ചില്ലറയല്ല. ഞാൻ നിയമസഭയിൽ ഒരു കാര്യം പറയുണ്ടായി. സാധാരണ ഒരു വധുവരന്മാർ വിവാഹം കഴിഞ്ഞാൽ 6 മാസം അവരാരും ശല്യപ്പെടുത്താറില്ല, കാരണം അത് ഹണിമൂൺ പീരീഡാണ്. എന്നാൽ ആരോഗ്യവകുപ്പിൻ്റെ ചുമതല ഞാൻ ഏറ്റെടുത്തതിന് ശേഷം 24 മണിക്കൂർ പോലും ഹണിമൂൺ സാധിച്ചിട്ടില്ല. അന്ന് മുതൽക്കുള്ള വിമർശനങ്ങൾ. പക്ഷെ ആ വിമർശനങ്ങളാണ് എന്തു വന്നാലും കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ദൃഢനിശ്ചയം എന്നിലുണ്ടാക്കിയത്. അപ്പോൾ അത് നടപ്പാക്കാൻ ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണം, ആ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതിൽ എന്നോട് സഹകരിച്ച എല്ലാവരും, നിങ്ങളെല്ലാവരും അതിൻ്റെ, ഞാൻ ഈ ക്രെഡിറ്റ് മന്ത്രിക്കല്ല, മന്ത്രിക്ക് വേണ്ടി പ്രവർത്തിച്ച, ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരും സ്റ്റാഫൊക്കെയാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഒരു മുദ്രാവാക്യം ചികിത്സ രോഗിയുടെ അവകാശമാണ്, മരുന്ന് രോഗിയുടെ അവകാശമാണ്, കിടക്ക രോഗിയുടെ അവകാശമാണ്. ഈ 3 അവകാശങ്ങൾ ഒരു രോഗിക്ക് ലഭ്യമായിരിക്കണം. അതാണ് ഒരു സർക്കാർ ആശുപത്രിയുടെ ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുമ്പോൾ പല മെഡിക്കൽ കോളേജുകളിലും, നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, ഉള്ള സ്ഥലത്ത് രോഗികളെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കുറേ രോഗികളെ നിലത്ത് കിടത്തേണ്ടി വന്നു. തിരുവനന്തപുരത്ത് മാത്രമല്ല, കോഴിക്കോടും അതുപോലെ തന്നെ കോട്ടയത്തും എല്ലാം ഇതേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, പല മെഡിക്കൽ കോളേജുകളും കുറേ സ്ഥലം ഐഡിയലായി കിടക്കുന്നുണ്ട്. ചില ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം കുറവാണ്, ഡോക്ടർമാരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഒരു ഡോക്ടർ കൂടുതൽ കഠിനാധ്വാനം നടത്തുമ്പോൾ വേറൊരു ഡോക്ടർക്ക് കാര്യമായിട്ടുള്ള ജോലിയില്ല. ഇതൊന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ 2 ഡോക്ടർമാർക്കും ആവശ്യത്തിനുള്ള ജോലിയാകും, എന്നാൽ ആർക്കും ഒരു ഓവർ ബർഡൻ ഉണ്ടാവുന്നില്ല. ഏതായാലും തിരുവനന്തപുരത്ത് പെരിനാർകോട്ടയിലെ വാർഡുകൾ ഞാൻ നോക്കിയപ്പോൾ 1-2 വാർഡുകൾ വെറുതെ ശൂന്യമായിട്ട് ഇട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ഏതാണ്ട് 200ഓളം കിടക്കകൾ അവിടെ സജ്ജീകരിച്ചുകൊണ്ട് 100 രോഗികളെ ഇന്നലെ മുതൽ അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു. പിന്നെ തിരുവനന്തപുരത്ത് നമുക്ക് രോഗികളെ നിലത്ത് കടത്തേണ്ട അവസ്ഥയുണ്ടാവില്ല. ഇനി എവിടെയെങ്കിലും നിലത്ത് കടത്തി എന്നറിഞ്ഞാൽ അവരെ ഉടൻ തന്നെ പ്രൊവൈഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ കോഴിക്കോടും കോട്ടയത്തൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഇതിൻ്റെ പരിഹാരം? അവിടെയും 2ഇടത്തും സ്ഥലമുണ്ട്, മെഡിക്കൽ കോളേജിന് വേണ്ടി അക്വയർ ചെയ്ത ഭൂമിയുണ്ട്. അവിടെ നമുക്ക് നല്ലൊരു കെട്ടിടം പണിത് അവിടെ രോഗികളെ താമസിപ്പിച്ചാൽ അത് അവർ കൺവീനമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ചെയ്ത പോലെ DHSൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകളുണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗപ്പെടുത്താം. അതോടൊപ്പം നല്ല കെട്ടിടങ്ങൾ നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, ഒരു കോട്ടയത്ത് ഒരു കെട്ടിടം വീണ് രോഗി മരിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ
സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക. ഇപ്പോൾ തന്നെ ഇരിഞ്ഞാലക്കുടയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരിഞ്ഞാലക്കുട ജില്ലാ ആശുപത്രിയിൽ ഒരു നില, 10ാമത്തെ നില ഹിന്ദുസ്ഥാൻ പെട്രോളിയം അവരെ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുകയുണ്ടായി. ഇപ്പോൾ അവരിത്തവണ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ കൂടുതൽ സഹായിക്കാൻ തയ്യാറാണ്, പക്ഷേ കേന്ദ്ര സർക്കാർ ചില നിബന്ധനകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ സംസാരിച്ചു. അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല. അതേപോലെ അങ്ങനെ നിബന്ധനകളില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ അവരുടെയൊക്കെ CSR ഫണ്ട് അവർ നല്ലൊരു എമൗണ്ട് CSR ഫണ്ട് നൽകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഫണ്ടുകൾ ഉപയോഗിച്ച് നല്ല കെട്ടിടങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നയപരമായിട്ട് ചില ചുവടുവെപ്പുകൾ സർക്കാർ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുകയാണ്. കാരണം അല്ലാത്തവരെ മറ്റ് ആശുപത്രിയിൽ വിട്ടിട്ട് കാര്യമില്ല. ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രികൾ അദ്ദേഹത്തിന് നിയോഗിക്കുക. അദ്ദേഹത്തിൻ്റെ കാര്യം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഹാർട്ടിൻ്റെ കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറെ തലവേദനയുള്ള സ്ഥലത്തേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഡോക്ടറെ സേവനങ്ങളെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെയാണ് PG വിദ്യാർത്ഥികൾക്ക് ഇനി റെസിഡൻസി ചെയ്യാൻ ഇനിയിപ്പോൾ അവരെ ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല. അതിനുവേണ്ടി അവർ അലയേണ്ട കാര്യമില്ല. അതായത് ഡിമാൻഡായിരുന്നു. പിന്നെ ഫോറിൻ മെഡിക്കൽ സ്റ്റുഡൻസ് അവർക്ക് അതിവേഗം ഹൗസ് സർജൻസി ലഭ്യമാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. കുറേ കുട്ടികൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പരാതിയായിട്ട് സൂചിപ്പിച്ചിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിച്ച നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും ഇനി രജിസ്ട്രേഷൻ നൽകുന്നതാണ്. അതുപോലെ 10 വർഷത്തെ പർച്ചേസിനെ കുറിച്ച് അന്വേഷണം, അത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത്, അതൊരു പ്രതികാര നടപടിയല്ല. എന്നാൽ ഓരോ കഷ്ടപ്പെട്ട് ഫണ്ട് കണ്ടെത്തി പുതിയ എക്യുപ്മെൻറ്റ്സ് വാങ്ങി വെറുതെ അത് ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ നശിച്ചു പോകുന്ന അവസ്ഥ. വയനാട്ടിൽ DHS സന്ദർശിച്ചപ്പോഴാണ് DHS എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് തീരുമാനിച്ചത് കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ നടത്തിയ പർച്ചേസിങ്ങിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. അത് വേറെ ആരും രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ളവരാരുമില്ല, പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ. ഇനി ഭാവിക്കായി ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. വരും തലമുറയ്ക്കായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെനറ്റിക് ആൻഡ് റീഹാബിലിറ്റേഷൻ, അതാണ് ഭാവിയിലെ കരുതൽ. സീറ്റുകളൊന്നും ഒഴിച്ചതില്ല. ഒഴിവുകൾ യഥാസമയം PSCയിൽ അറിയിക്കും. മറ്റ് രീതിയൊന്നും വേണ്ട, ഡെയിലി വേജസ് ഒന്നും വേണ്ട. PSC പോയാൽ കാരണം ഇത്രയോ പേര് PSCയുടെ റാങ്ക് ലിസ്റ്റ് കരയുന്ന കുട്ടികൾ. ഇവിടെ മുമ്പ് സെക്രട്ടറി ശയന പരീക്ഷ നടത്തിയിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകും. എന്തിനാ കുട്ടികളെ ശാപം വന്നു? ഉറക്കൊഴിച്ച് പഠിച്ച് ടെസ്റ്റ് എഴുതി പാസ്സായി ഇൻ്റർവ്യൂവും കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ എൻ്റെ നാളെ ക്യാൻസൽ ചെയ്യും. അതിൻ്റെയും ടെൻഷൻ വേറെ, പഠിക്കുന്ന ടെൻഷനുണ്ട്, ടെസ്റ്റ് പാസ്സാവുന്ന ടെൻഷനുണ്ട്, ഇൻ്റർവ്യൂവിന് മുമ്പുള്ള ടെൻഷൻ വേറെ, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത് ക്യാൻസൽ ആവുന്ന ടെൻഷൻ വേറെ. അതുകൊണ്ട് എല്ലാ ഒഴിവുകളും PSC മുഖേന തന്നെ ഫില്ലപ്പ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അല്ലാതെ മറ്റ് ഇതൊന്നും വേണ്ട. പിന്നെ നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ പോലെ എയിംസിനായിട്ട് ഏതാണ്ട് 10ഓളം സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ട്, പക്ഷേ അത് കേന്ദ്രമന്ത്രിക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ സർവേ നമ്പർ ഉൾപ്പെടെ വേണം കൊടുക്കാൻ. അല്ലാതെ അവിടെ 100 ഏക്കറുണ്ട് ഇവിടെ 200 ഏക്കറുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മിനിമം 100 ഏക്കറെങ്കിലും ഉള്ള വികസിപ്പിക്കാൻ സാധ്യതയുള്ള ഭൂമി ആണ് ഈ 10 എണ്ണത്തിൽ ഏതൊക്കെ കഴിയും. നമ്മളിങ്ങനെ വെറുതെ ഒരു ലാവിഷായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കിണാലൂരിൽ ഭൂമി അക്വയർ ചെയ്തു, അതിപ്പോഴും ഉണ്ട്. പക്ഷേ അന്ന് വിദഗ്ധ സംഘം എന്തോ എതിർപ്പ് പറഞ്ഞു, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞങ്ങൾ അതും കൊടുക്കും, അതും കൺസിഡറേഷനിൽ വേണം. അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മുടെ ലക്ഷ്യം എന്താ? എയിംസ് വേണം. അതിനൊരിക്കലും പ്രാദേശികമായിട്ടുള്ള ഒരു തർക്കത്തിൽ അത് ഇല്ലാതാവരുത്. പലപ്പോഴും എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം അതാണ്. ഓരോ ജനപ്രതിനിധികളും കഴിഞ്ഞ തവണ ഓരോ MP-മാരും ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. ഞാൻ പറഞ്ഞു എയിംസ് വേണം. ഞാൻ അന്ന് എസ്റ്റിമേറ്റ് കമ്മിറ്റി അംഗമായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് ലോക്സഭയിൽ. ആ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ അന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് കുമരകത്ത് എയിംസിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തിയെന്ന്.
പക്ഷെ അന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഒരു ഭൂമി ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, മറ്റ് സ്ഥലങ്ങൾ പിന്നീട് പരിശോധിക്കണം. അന്ന് ചീഫ് സെക്രട്ടറി ആണെന്ന് യോഗത്തിൽ പങ്കെടുത്തു. എയിംസിനെ റെക്കമെൻഡ് ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്തു. അവസാനം ആരോഗ്യ വകുപ്പ് തന്നെ ധനകാര്യ വകുപ്പിന് റിപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് അത് എവിടെ എത്തിയില്ല. അതുകൊണ്ടാണ് ഇത്തവണ ഒന്നിൽ കൂടുതൽ സ്ഥലം, ഈ 10 സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഏതൊക്കെ എന്ന് കണ്ടുപിടിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അവരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. എത്ര ഏക്കറുണ്ട്, അതിൻ്റെ സർവേ നമ്പർ, വേറെ 100 ഏക്കർ 200 ഏക്കർ അതിലില്ല, അതിൻ്റെ സർവേ നമ്പർ. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് തുറന്ന ജയിലിൻ്റെ അവിടെ നോക്കുമ്പോൾ കുറേ ഭൂമിയുണ്ട്. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ്റെ ബ്രഹ്മോസിന് വേണ്ടി ആ സ്ഥലം കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം അവിടെ കിട്ടില്ല. എന്നാൽ മറ്റ് സ്ഥലങ്ങളും പരിശോധനയിലുണ്ട്. കാട്ടാക്കടയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതും കൂടെ ഒന്ന് പരിശോധിക്കണം. അതുപോലെ പാലക്കാട് കോച്ച് ഫാക്ടറിക്കുള്ള സ്ഥലം അത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അല്ലേ, നമ്മളത് ഹാൻഡ് ഓവർ ചെയ്തു കേന്ദ്ര സർക്കാരിന്. അപ്പോൾ അവർക്ക് കോച്ച് ഫാക്ടറിയിൽ താല്പര്യമില്ലെങ്കിൽ അവർ എയിംസ് അവിടെ സ്ഥാപിച്ചോട്ടെ, നമുക്ക് അതിന് വിരോധമില്ല. അതിൻ്റെ പ്രത്യേകിച്ച് കേന്ദ്രത്തിനോട് പറയേണ്ട ആവശ്യമില്ല. അവിടെ MP എന്നോട് പറഞ്ഞ് നിശ്ചയിക്കണ്ടേ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം കാസർഗോഡ് പുതുമയിൽ അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 700 ഏക്കറോളം സ്ഥലം സർക്കാരിൻ്റെ ഉണ്ടെന്ന് പറയുന്നു. അതാണെങ്കിൽ അത് നമുക്ക് പരിശോധിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആ ഐഡന്റിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നാളെ കേന്ദ്ര സംഘം വന്നാൽ അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പം ഈ 10 സ്ഥലങ്ങളിൽ ഡൽഹിയിലേക്ക് കൊടുക്കുമ്പോൾ എല്ലാ ഘടകങ്ങളും വേണം എന്നുള്ളതുകൊണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അക്കാര്യം ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതനുസരിച്ച് നമുക്ക് ഇത്തവണ എയിംസ് കിട്ടുന്നു തന്നെയാണ് നമ്മുടെ ധാരണ. അതുപോലെ നമുക്ക് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ്, ഞാനൊരു കാര്യം അത്ഭുതപ്പെട്ടു പോയി. അവിടെ ഞാൻ രാഷ്ട്രീയം പറയല്ല. 100 സീറ്റും എല്ലാ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം കിട്ടിയ ഈ മെഡിക്കൽ കോളേജ് പൂട്ടിയിട്ടിട്ട് മാനന്തവാടിയിൽ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ കോളേജാക്കി. പ്രിൻസിപ്പൽ സെക്രട്ടറിയും DHSും DME ഒക്കെ ഞങ്ങൾ അവിടെ പോയി നോക്കിയതാണ്. ഇനി ഒരു സ്ഥലവും അങ്ങോട്ട് വികസിക്കാനില്ല. അപ്പോഴാണ് ഒരു പത്രത്തിൽ എഴുതി, രാഷ്ട്രീയമായിട്ട് എഴുതിയതാണ്, ഇത് ഫോറസ്റ്റ് ആണ്. ആരാ മന്ത്രിയോട് പറഞ്ഞു? ഫോറസ്റ്റ് ആണ് അവർ പറയുന്നു, എനിക്ക് വേണമെങ്കിലും പറയും. അവർ പറയുന്നു ഇത് സെൻട്രൽ റിസർവ് ഫോറസ്റ്റ് ആണ്, ഇവിടെ ഞങ്ങൾ സ്ഥലം തരില്ല, ഞങ്ങൾ ചെടി മുറിക്കാൻ പോലും സമ്മതിക്കില്ല. DMEക്ക് അറിയാതെ അദ്ദേഹം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് DME ആയിരുന്നു. ഇനി ഞാൻ വന്നിട്ട് മാറ്റിയതല്ല. അദ്ദേഹം തന്നെയാണ് സൈറ്റ് പോയി പരിശോധിച്ച കത്തുകൾ അദ്ദേഹം എനിക്ക് കാണിച്ചു, കേന്ദ്രത്തിൽ വന്ന കത്ത്. അപ്പോൾ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെഡിക്കൽ, പക്ഷെ നമ്മൾ തീരുമാനിച്ചാൽ എന്താ അറിയും. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അതിൻ്റെ അടുത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കുറേ ലാൻഡ് ഉണ്ട്, 22 ഏക്കർ. ഞാൻ മിനിഞ്ഞാന്ന് ഇലക്ട്രിസിറ്റി മന്ത്രി സംസാരിച്ച് അത് സ്ഥലം വിട്ടുതരാം, ഇനി അതിൻ്റെ പേരിൽ മെഡിക്കൽ കോളേജ് മാറ്റം ഉണ്ടാകും. അതേസമയത്ത് അവിടെ വീരേന്ദ്രകുമാർ അദ്ദേഹം വിട്ടു തന്ന സ്ഥലമുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ 50 ഏക്കർ മടക്കിമല കൽപ്പറ്റയിൽ അതുണ്ട്, അത് വിട്ടുകതുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജ് അങ്ങോട്ട് വലിയ പിന്നെ അവിടെ അതിൻ്റെ പേരിൽ തർക്കവും. അതുകൊണ്ട് തൽക്കാലം മാനന്തവാടിയിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയൊക്കെ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ 2-3 ഹോസ്റ്റലും അവിടെ മുനിസിപ്പാലിറ്റി വന്നിട്ട് പറഞ്ഞു ഹോസ്റ്റലുള്ള സൗകര്യം ഞങ്ങൾ തരാം. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയാം, 40 കുട്ടികൾക്ക് 3 ടോയ്ലറ്റാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് കൂടുതൽ ഇനിയിപ്പോൾ ഈ വർഷം നീറ്റ് പാസ്സായിട്ട് വരുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് സംവിധാനം തൽക്കാലം ഉണ്ടാക്കി അവിടെ പോയിട്ട്. അങ്ങനെയാണെങ്കിൽ വീരേന്ദ്രകുമാറിൻ്റെ കുടുംബം വിട്ടു എന്ന സ്ഥലത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങാനാണ് സർക്കാർ തീരുമാനിച്ചത്. വയനാടിന് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാക്കിയിട്ട്, കാരണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആദിവാസിയുള്ള ജില്ലയാണ് വയനാട് ജില്ല. അവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അതെല്ലാവരും എന്നോടൊന്ന് സഹകരിക്കണം. ഇടുക്കിയിലും വയനാട്ടിലും കാസർഗോഡേക്കൊക്കെ ട്രാൻസ്ഫർ വരുമ്പോൾ അതിനൊരു പണിഷ്മെൻ്റായിട്ട് ദയവായിട്ട് കണക്കാക്കരുത്. കാരണം അവിടെ പോകാൻ ആർക്കും താല്പര്യം. ഞാൻ ഇന്നലെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, എനിക്കൊരു ട്രാൻസ്ഫർ വേണം. ഞാൻ പറഞ്ഞു ട്രാൻസ്ഫർ ആണെങ്കിൽ തരാൻ നിവർത്തിയില്ല, അല്ല എനിക്ക് ഇടുക്കിയിലേക്ക് വേണം, സന്തോഷത്തോടെ പോയി ഞാൻ ഉറപ്പായിട്ട് ഞാൻ തരാം. കാരണം അതിലും ഇടുക്കിയിലേക്ക് പോകാൻ താല്പര്യമില്ല. അപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് പറയുകയാണ് ഒരു കുടുംബം ഇടുക്കിയില്ല ഭാഗ്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാദേശികമായിട്ടുള്ള ഡോക്ടർമാരെ അതാത് ജില്ലകളിൽ നിയോഗിച്ചാൽ. തിരുവനന്തപുരത്തല്ല കേട്ടോ, തിരുവനന്തപുരത്ത് എല്ലാവർക്കും വേണം തിരുവനന്തപുരത്ത്. ഞാൻ പറഞ്ഞത് ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ അതാത് പ്രദേശത്തുള്ള ഡോക്ടർമാർക്ക് ഒരു പ്രയോറിറ്റി കൊടുത്താൽ അവർ പിന്നെ പോവില്ല.
ഇത് വയനാട് ഇന്നും നെല്ലും തുടങ്ങിയല്ലാണ്. ഞാൻ MP ആയിരുന്ന കാലത്ത് അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം MP-യുടെ ഫണ്ട് ഉപയോഗിച്ച് ഞാനത് നിർമ്മിച്ചു. ഡോക്ടർമാരെ കിട്ടാനില്ല. ഉദ്ഘാടനം 2-3 മാസം നീണ്ടുപോയി. ഞാൻ എങ്ങനെയോ കൂടി കുറേ 2 ഡോക്ടറെ കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുപോയി. ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞാൽ ചുരമിറങ്ങുമ്പോൾ ഡോക്ടർമാർ എൻ്റെ കൂടെ തന്നെ ചുരം. ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏതൊരു രീതി ഇപ്പം എന്തിനാണ് സർക്കാർ മെഡിക്കൽ കോളേജ് എല്ലാ ജില്ലകളിലൊക്കെ തുടങ്ങിയിട്ടുള്ളത്? കേരളത്തിൽ പഠിക്കാൻ അവസരം ഉണ്ടാവണം കുട്ടികൾക്ക്. അല്ല കർണാടകത്തിൽ ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുത്ത് പഠിച്ചു വരുന്നൊരു കുട്ടിയോട് വയനാട്ടിൽ പോകണമെന്ന് കേൾക്കില്ല. നമുക്ക് അവരോട് പറയാനും അർഹതയില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ജില്ലകളിൽ തന്നെ സ്ഥാപിതമായിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ എത്രയോ കുട്ടികൾക്ക് പഠിക്കാൻ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്നു. അല്ലാതെ മാനേജ്മെന്റ് കോട്ടയല്ല, മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്നു. ആ സൗകര്യങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണ്ടേ? അപ്പം ചികിത്സാ രംഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ. അതുപോലെ തന്നെയാണ് ഞങ്ങൾ കൊല്ലം മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി. അവിടെ ചെല്ലുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും പുതിയതായി തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും നല്ല കെട്ടിടം നോക്കുമ്പോൾ പാരിപ്പള്ളി. അത് ESI-കാരാണ് ഇത് ഗവൺമെൻറ് കൈമാറിയത്. അവർ സെൻട്രലൈസ്ഡ് AC ആണ് ആ ബിൽഡിങ്. ഇപ്പോൾ സെൻട്രലൈസ്ഡ് AC എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ യോഗം കൂടിയപ്പോൾ DME ഉണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാം വേർത്തൊലിക്കുക. സെൻട്രലൈസ്ഡ് AC ഒക്കെ പോയി. ഇനി പുതിയ AC വെക്കണം. എത്രയാ ചിലവ്? 10 കോടി. ഈ കാശില്ലാത്ത കാലത്ത് 10 കോടി എവിടെ നിന്നുണ്ടാക്കും? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഒരു മാസ്റ്റർ പ്ലാൻ DME-നെ ചുമതലപ്പെടുത്തും. ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക. വിദഗ്ധരെയൊക്കെ അതിന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഫണ്ട് കണ്ടെത്തുക. അല്ലാതെ മാർഗമില്ല. എനിക്കത് ഈ പുതിയ മെഡിക്കൽ കോളേജിൽ ഇത്രയും ഞാൻ എൻ്റെ തലയ്ക്ക് തലേന്നാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ് കണ്ടത്. അത് കണ്ട് പാരിപ്പള്ളിയിലെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ശരിക്കുമാണ് ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഗാന്ധിയിലൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല. അത് നമുക്ക് നേരായ വഴിയിലൂടെ കൊണ്ടുവരണം. പിന്നെ മറ്റൊരു കാര്യം കൂടെ എത്തവണ ചെയ്യുന്നുണ്ട്. ഉപദേശ സമിതികളുണ്ട് ആശുപത്രികളുടെ. ആ ഉപദേശ HDS, HMC തുടങ്ങിയ കമ്മിറ്റികളിൽ നിലവിലുള്ള അംഗങ്ങൾക്ക് പുറമെ അതിലുണ്ടല്ലോ MLA-യുടെ പ്രതിനിധി, മന്ത്രിയുടെ പ്രതിനിധി, നിയമസഭയിൽ അംഗത്വമുള്ള എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ. ഇതിനെല്ലാം പുറമെ SC വിഭാഗത്തിൽപ്പെട്ട ഒരംഗത്തിനെയും വനിതാ വിഭാഗത്തിൽപ്പെട്ട ഒരംഗത്തിനെയും അഡീഷണലായി നോമിനേറ്റ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം സ്ത്രീകളുടെ വിഷയങ്ങൾ പറയാൻ അധികം ഞാൻ നോക്കിയപ്പോൾ ഉപദേശ സമിതിയിലൊക്കെ അധികം പുരുഷന്മാരാണ് കൂടുതൽ. സ്ത്രീകൾക്ക് അവിടെ വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളുടെയും അതുപോലെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഓരോ പ്രതിനിധികളെ കൂടെ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്കറിയാം, നിപേനെ ഒറ്റ രോഗിയിൽ നമുക്ക് അത് പടരാതെ നമുക്ക് ശ്രദ്ധിച്ചു. എന്നാൽ അതേ സമയത്ത് ഡെങ്കിയുടെ കാര്യത്തിലൊക്കെ ഈ ശുചിത്വം ഒരു പ്രധാന ഘടകമാണ്. അതിന് മറ്റു വകുപ്പുകളുടെ സഹായം വേണം. ഇപ്പം തിരുവനന്തപുരത്ത് ഞാൻ വേറെ വിളിക്കാറുണ്ട് പത്രം വായിച്ചിട്ട്. കാരണം ഇവിടെ മാലിന്യ നീക്കത്തിൽ ചില തടസ്സങ്ങളുണ്ടായി. അപ്പോൾ ഇന്ന് മേയർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന് കാലത്ത് പത്രത്തിൽ കണ്ടു, അവർ സെൻട്രലൈസ്ഡ് ആയിട്ട് നീക്കം ചെയ്യുന്ന പ്രോസസ്സ് ആരംഭിക്കാം. നടക്കട്ടെ അത്. അപ്പം അങ്ങനെ വരുമ്പോൾ തലസ്ഥാനത്ത് ഇപ്പോൾ ഡെങ്കി പനി കൂടും. ഇനി മഴ പെയ്യുമ്പോൾ ഇന്നലെ തൃശ്ശൂരൊക്കെ നല്ല മഴ. ഇപ്പോൾ തിരുവനന്തപുരത്ത് മഴയില്ലാന്ന് വെച്ചിട്ട് കേരളത്തിൽ കാലവർഷം ഇല്ലാതെ തെറ്റിദ്ധരിക്കരുത്. ഇന്നലെ ഞാൻ തൃശ്ശൂരൊക്കെ ഇല്ല, നല്ല മഴ അന്നേരം കാലത്തോട്ട് രാത്രി വരെ, ഞാൻ ട്രെയിനിൽ കയറുന്നവരെ. അപ്പോൾ ഇവിടെ മഴയില്ല ഭാഗ്യത്തിന് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ചൂടുണ്ടാവും, ചൂട് അനുഭവിക്കേണ്ടി വരില്ലേ? ചൂട് വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യ, മഴ പെയ്താൽ ഡെങ്കി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ മാറണ്ടേ? മഴ പെയ്താലും മഴ പെയ്യേണ്ട സമയത്ത് പെയ്യണം, മഴ പെയ്താലും ഡെങ്കി വരാതെ നോക്കണം. അതിന് കൊതുകുകളില്ലാതാവണം. അപ്പോൾ ഈ കൊതുവിൻ്റെ സംഗീതം അത്ര നല്ല സംഗീതമല്ല. നല്ല പിന്നണി ഗായകരുടെയൊക്കെ സംഗീതവും പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അതേ സമയത്ത് കൊതുകിൻ്റെ സംഗീതം അത് മരണത്തിൻ്റെ സംഗീതം കൂടിയാണ്. അത് നമുക്ക് കേൾക്കാൻ പറ്റിയ ഏർപ്പാടല്ല. അതുകൊണ്ട് ആ കാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ട്. വെള്ളം, ജലവിഭവ ഞാൻ മന്ത്രിയോട് സംസാരിച്ചിരുന്നു. ഈ ജലത്തിലൊക്കെ മാലിന്യങ്ങളുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ പലയിടത്തും ഡ്രെയിനേജും ശുദ്ധജലവും കൂടെ വരെ പോക്കാൻ പോകുന്നത്. രണ്ടും എന്നാൽ ചില സ്ഥലത്ത് സന്ധിക്കുന്നുണ്ട്. അത് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ചില സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആക്ഷനുണ്ട്. ഇപ്പം മിനിഞ്ഞാന്നൊരു സംഭവം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ഉണ്ടായി. നെയ്യാറ്റിൻകര ആശുപത്രിയിൽ രോഗിയെ
അവിടുത്തെ അറ്റൻഡർ വാച്ച്മാൻ കടത്തി വിട്ടില്ല എന്നുള്ള ഒരു പരാതി വന്നു. പക്ഷേ 6:85 രോഗി ഡോക്ടറെ കണ്ടു. 7:00 എല്ലാ പരിശോധനയും നടത്തി. പക്ഷേ ആ രോഗി മരണപ്പെട്ടു. അപ്പോൾ ബന്ധുക്കൾ എന്നെ തന്നെ വിളിച്ചു, വേറെ ആരെയല്ല, എന്നെ തന്നെ നേരിട്ട് വിളിച്ചു. അങ്ങനെയാണ് എവിടെയെങ്കിലും കട്ടിലില്ലെങ്കിലും നേരിട്ട് മന്ത്രിയെ വിളിക്കും, മറ്റേ കിടക്കേക്ക് വിരിയില്ലെങ്കിലും മന്ത്രിയെ വിളിക്കും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള സംവിധാനം ഓഫീസിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, വാച്ച്മാൻ തടഞ്ഞു വെച്ചില്ലായിരുന്നെങ്കിൽ ആ രോഗി രക്ഷപ്പെടുമായിരുന്നു. ഞങ്ങളതിനെ സീരിയസ് ആയിട്ട് കണ്ടു. സീരിയസ് ആയിട്ട് കാണുക മാത്രമല്ല, ഒരു 4 അംഗ കമ്മിറ്റിയെ ഞങ്ങൾ വെച്ചു. DHS, അഡീഷണൽ DHS, വിജിലൻസിൻ്റെ അല്ലേ, അഡീഷണൽ, പിന്നെ DMO, വകുപ്പ് മേധാവി, അതിൻ്റെ HOD, അവിടുത്തെ സൂപ്രണ്ട്, 4 പേരെ വെച്ച് ഒരാഴ്ച കൊണ്ടാണ് റിസൾട്ട് ചോദിച്ചത്. അപ്പം മനുഷ്യാവകാശ കമ്മീഷൻ ഇന്നലെ DMOനെ ചുമതലപ്പെടുത്തിയിട്ട് ഒരു മാസത്തിനകം റിസൾട്ട് നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. പക്ഷെ അതിൻ്റെ തലേന്ന് തന്നെ ഞങ്ങൾ ഈ 4 പേരെ ചുമതലപ്പെടുത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് നൽകണം എന്ന് സൂചിപ്പിച്ചു. അപ്പം അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഈ അറ്റൻഡറെ വെച്ചത് കഴിഞ്ഞ ഉപദേശ സമിതിയാണ്, ആരും വെച്ചു കുറിച്ച് പറയാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടായിരുന്നാണ് അദ്ദേഹത്തിന് പിരിച്ചു വിട്ടു. പക്ഷെ അതുകൊണ്ടായില്ല. ഇത് അന്വേഷിച്ച മറ്റേ രീതിയിൽ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ ഒരു രോഗിയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതിനാണ് സമാനം പറയേണ്ടി വരും. അക്കാര്യത്തിൽ ഒന്ന് രാഷ്ട്രീയ ഇന്നിപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലുണ്ടായി, ബേബി മെമ്മോറിയൽ പറയുമ്പോൾ കേരളത്തിലെ മികച്ച ആശുപത്രികളൊന്നാണ്. പക്ഷെ ഇപ്പം അത് അമേരിക്കക്കാരൻ കൊണ്ടുപോയി കേട്ടോ ആശുപത്രി. ഇപ്പം അതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ മാറി, അമേരിക്കൻ കമ്പനിക്കാർ വന്നിട്ട് അത് വാങ്ങി ആ ആശുപത്രി. അവിടെയാണ് ഒരു കുട്ടി, ചെറിയ കുഞ്ഞ, ചുണ്ട് മുറിഞ്ഞു, സർജറി നടത്തണം എന്ന് പറഞ്ഞു, അനസ്തീഷ്യ കൊടുത്തു, ആ കുട്ടി മരണപ്പെട്ടു. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിക്കുക മാത്രമല്ല, DMOനോട് പോലീസിനും കംപ്ലൈൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ആക്ഷനിലൊക്കെ യാതൊരു സംശയവും കരുതില്ല. പിന്നെ ഇത്രയെ കോടിക്കണക്കിന് രൂപ കടമായിട്ട് പോലും മരുന്നുകൾ എത്തിക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും ഡിപ്പാർട്ട്മെൻറ്റ് വരുത്തിയിട്ടില്ല. അല്ലാണ്ട് 2500 കോടിയുണ്ട് മരുന്ന് കമ്പനിക്കാർക്ക് കൊടുക്കാൻ. മരുന്ന് കമ്പനി മറ്റ് മെഡിക്കൽ കോളേജിൻ്റെ എക്യുപ്മെൻറ്റ്സ് വാങ്ങി എൻ്റെ കണക്ക് പിന്നെ പറയാതിരിക്കുകയാണ്, അതൊക്കെ കേട്ടാൽ ബോധം കിട്ടും. എങ്കിലും അതുകൊണ്ടൊന്നും രോഗികൾക്ക് ഒരു കുഴപ്പമുണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം ഇപ്പോൾ തീരുമാനിച്ചു, ഈ അറ്റൻഡറും വാച്ച്മാനൊക്കെ ആയിട്ട് വെക്കുന്നവരെ ഒരു കൗൺസിലിങ്ങിനിടയ്ക്ക് ഒന്ന് വിധേയമാക്കാൻ തീരുമാനിച്ചു. പിന്നെ ഡോക്ടർമാരോട് IMAക്കാർ സംസാരിച്ചിട്ട് ഞാൻ പറയുകയാണ്, അവർക്കും ചില ഉപദേശങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് കൊടുക്കും. മറ്റൊന്നുമല്ല, ഇങ്ങനെ രോഗികളൊക്കെ ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല. ഒരു ഡോക്ടർക്ക് ഞങ്ങൾക്ക് തന്നെ ശുപാർശകളുടെ എണ്ണം കൂടുമ്പോൾ ചിലപ്പോൾ സമ്മതം ഞങ്ങൾക്കും തെറ്റാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാരോടും രോഗികളോട് സൗഹൃദത്തിൽ പെരുമാറുക. സുഖമില്ല, എന്താ അസുഖം? അത് എനിക്ക് തോന്നുന്നത് ഇന്നലെ എന്തോ ഒരു ഭക്ഷണം പറ്റില്ലാണ്ട് കഴിച്ചു, അതിൻ്റെ കുഴപ്പമാണോ സംശയം. ശരി, അങ്ങനെയാണ്. എന്നാൽ പിന്നെ എന്തിനാണോ ഞാൻ ചികിത്സിക്കുന്നത്, താൻ തന്നെ ചികിത്സിച്ചാൽ പറയും എന്ന് ചോദിക്കുന്ന ഇതുണ്ട്. ഇപ്പം അമേരിക്കയിലൊക്കെ നിങ്ങൾ ഡോക്ടർമാർക്കാണ്, നിങ്ങൾ പലപ്പോഴും ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടില്ലേ, അവിടെ എല്ലാം പറഞ്ഞ ഒരു രോഗിയെ കൊണ്ട് ചെന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മളോട് വിശദീകരിച്ച് തരും ഡോക്ടർ. അത് കഴിഞ്ഞ് ചോദിക്കും, എനി ഡൗട്ട്? ഇത് നമ്മൾ നോ സാറെന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ നമ്മളെ നോക്കും, ഇയാൾക്ക് വിവരമില്ല. ഇത്രയും ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന് ഒരു സംശയമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതൊക്കെ വിശ്വസിക്കുന്ന ഒരു മണ്ടനായിപ്പോയല്ലോ താൻ എന്നുള്ള മട്ടിലാണ് അവർ നമ്മളോട് സംസാരിക്കുക. അവർക്ക് ചോദ്യം ചോദിക്കണം. നിങ്ങൾ പണ്ട് പറയുമല്ലോ, ഒരു ചോദ്യം ചോദിച്ചാൽ ചോദ്യത്തിൽ വല്ല മിസ്റ്റേക്കും ഉണ്ടെങ്കിൽ അയാൾ 1 മണിക്കൂർ ഫുള്ളാവും ചിലപ്പോൾ. നേരെ ഒരു സംശയം ചോദിച്ചില്ലെങ്കിൽ എന്നും ഫുള്ളാവും. അതുപോലെ സംശയങ്ങളൊക്കെ രോഗികൾ ചോദിക്കുമ്പോൾ കാര്യമായിട്ടൊക്കെ ഒന്ന് പറയുക. പിന്നെ ചില ആൾക്കാർ അങ്ങനെയുണ്ട് കേട്ടോ, അത് രോഗികളുടെ ഒരു മനോനില നമുക്ക് കുറ്റം പറഞ്ഞുകൂടാ. ഞങ്ങളുടെ അടുത്ത് ശുപാർശയ്ക്ക് വരുന്നവർ തന്നെയുണ്ട്, ഇന്ന കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ അത് ബുദ്ധിമുട്ടാണെന്ന് അറിയാം, അതുകൊണ്ടല്ലേ നിങ്ങളുടെ അടുത്ത് വന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാർ. അപ്പോൾ അത് ഞങ്ങളോട് ചോദിക്കുമ്പോൾ അതേപോലത്തെ ചോദ്യം ഡോക്ടർമാരോടും ഉണ്ടാവും. പക്ഷെ എങ്കിലും ഒരു രോഗത്തിൻ്റെ അവസ്ഥയും ഒരു മാനസിക ഇതൊക്കെ മനസ്സിലാക്കി അവരോട് കുറച്ച് നല്ല രീതിയിൽ പെരുമാറുക. അതുകൊണ്ട് ഈ കൗൺസിലിംഗ് എല്ലാവർക്കും ആവശ്യമാണ്. സ്റ്റാഫിന് പ്രത്യേകിച്ച് വാച്ച്മാൻ അങ്ങനെയുള്ള, കാരണം താഴെ അവരുടെ അടുത്താണല്ലോ ആദ്യം കാണുന്നത്.
ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ ആവർത്തിക്കാതിരിക്കാം. അപ്പം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. കുറേ കാര്യങ്ങൾ ചെയ്തു, എന്നാൽ ഇതിൻ്റെ 10 ഇരട്ടി ചെയ്യാൻ ബാക്കിയുണ്ട്. 50 ദിവസത്തെ വിസ്മയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൻ്റെ 10 ഇരട്ടിയോ അതിൻ്റെ ഇരട്ടിയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇതേപോലെ പോയാൽ കുഴപ്പമില്ല. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ അഭിനന്ദനം കിട്ടിയെന്ന് വരില്ല, നിങ്ങൾക്കും കിട്ടില്ല, എനിക്കും കിട്ടില്ല. അതിന് ആ കല്ലേറ് വരുമ്പോൾ യാതൊരു ദാക്ഷിണ്യമില്ലാതെ ഏറ് കിട്ടില്ല. അതിന് വേറെ ചില കളികളൊക്കെയുണ്ട്. നമ്മളിപ്പോൾ എല്ലാ മേഖലയ്ക്ക്, ആരോഗ്യ മേഖലയ്ക്ക് എല്ലാം വേണം, പ്രൈവറ്റും വേണം, പബ്ലിക്കും വേണം. പക്ഷേ ചില പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഈ ആരോഗ്യ സർക്കാർ ആശുപത്രികളെ മോശമാക്കാൻ ചില നടപടികളൊക്കെ സ്വീകരിക്കും. കാണേണ്ടവരെ കാണേണ്ട പോലെ കാണും. നമുക്കാണെങ്കിൽ ഉള്ളതിന് തന്നെ പബ്ലിസിറ്റി കൊടുക്കാൻ കയ്യിൽ കാശില്ല. അപ്പോൾ ആരെയും ട്രീറ്റ് ചെയ്യാനും നമുക്ക് സമയം കിട്ടില്ല, അതിൻ്റെ കാശുമില്ല, നമുക്ക് ഒട്ടും നേരവുമില്ല. എന്നാൽ എല്ലാവരും ഇല്ല കേട്ടോ, ചില സ്വകാര്യ ആശുപത്രികൾ അങ്ങനെയൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. സർക്കാർ എന്ത് വന്നാലും സിസ്റ്റം നേരെയാവില്ല. അതുകൊണ്ട് ഈ ഇടയ്ക്ക് അധികം പോകണ്ട, മന്ത്രി കുറേ കഴിഞ്ഞാൽ ഇട്ടിട്ട് പോയിക്കോളും, അങ്ങനത്തെ ഒരു ധാരണയും വേണ്ട. അങ്ങനെ ഇട്ടിട്ട് പോകുന്ന ഒരാളൊന്നല്ല. നല്ല കാര്യത്തിലൊക്കെ വാശി വേണം, ചീത്ത കാര്യത്തിൽ വാശി പാടില്ല. കാരണം ഇത് വകുപ്പ് നേരെയാക്കുന്ന കാര്യത്തിൽ അല്പം വാശി ഇരിക്കുന്നുണ്ട് കൂട്ടി. പിന്നെ ദിവസേന കാലത്തേനെ ഞാൻ വരും. പക്ഷെ അവർ ഒരു കാര്യം സമ്മതിക്കണം, ഞാൻ അറിയുന്നതിന് മുമ്പ് ഇവർ ആരാണ് ഇവർ കൃത്യമായിട്ട് വിളിച്ചു പറയുന്നത് ഞാൻ. പക്ഷെ ചിലത് വിശ്വസിക്കുക, ചിലത് ഫേക്ക് ന്യൂസ് ആയിരിക്കും. ഇതുപോലെ ഒരു ആശുപത്രിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് വന്നപ്പോൾ നാദാപുരത്ത് കട്ടില് മാറി അന്നേരം ഒരേ മരുന്ന് 2 പേർക്ക് കൊടുത്തു, ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിച്ചു, ഇങ്ങനെയുള്ള ചില ഫേക്ക് ന്യൂസുകൾ വരും. സംശയങ്ങൾ എന്നോട് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിലൊക്കെ സന്തോഷമേ ഉള്ളൂ. ഞാൻ മാധ്യമങ്ങളുടെ മേലെ ചാടിക്കയറാറില്ല, അങ്ങനത്തെ സ്വഭാവമില്ല. അത് എൻ്റെ അച്ഛൻ്റെ കാലം തൊട്ടുള്ള ശീലമാണ്. അദ്ദേഹം ആരോടും ചാടിക്കയറാറില്ല. അദ്ദേഹത്തിനെ കണ്ണിറുക്കും, ഞാൻ കണ്ണിറുക്കാറില്ല, അത്രയും വ്യത്യാസം. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. നമുക്കൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണം. നന്മകളെയും തിന്മകളെയും ഇപ്പം നന്മകൾ മാത്രം ഉൾക്കൊള്ളാനില്ല, തിന്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അത് നന്മകളാക്കി മാറ്റുന്ന കാര്യത്തിൽ നമുക്കൊരു ടീമായി പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ 50 ദിവസത്തെ നമ്മൾ നേടിയ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇനി ദിവസങ്ങൾ ഒരുപാടുണ്ട്. ആ ദിവസങ്ങളിലെല്ലാം നന്നായി ജോലിയെടുക്കാം. ഇപ്പം ഞാൻ സെക്രട്ടറിയേറ്റ് നമ്മൾ 12 മണിയാണ്. ഇപ്പം എന്നെ 1-2 സ്റ്റാഫ് രാജിവെച്ച് ഒറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് വയ്യ ഈ പരിപാടി. സാറിന് ഭാര്യയും കുട്ടികളൊക്കെ, എൻ്റെ കുട്ടികളൊക്കെ നല്ല നിലയിലായി. പിന്നെ ഭാര്യ എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, പരാതിയില്ല. അപ്പോൾ അവർ ഞങ്ങളങ്ങനെയല്ല സ്ഥിതി, അതാ പിന്നെ നിങ്ങൾ വേഗം പോയി പണിക്ക് വെച്ചിട്ട് അങ്ങനെ 1-2 പേര് പോയി എന്നല്ലാതെ അതൊന്നും വേറെ രീതിയിൽ പോയതൊന്നുമല്ല, ആരെയും വിളിച്ച് പുറത്താക്കിയതൊന്നുമില്ല. അവർ സ്വയം, ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ജോലി എടുക്കുന്ന അത്രയും നിങ്ങൾ എടുത്തേ മതിയാവും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലേക്കും തള്ളു കുറച്ചൊന്ന് കുറഞ്ഞു. കാലഘട്ട സ്ഥിതി ആൾക്കാർക്ക് മനസ്സിലായി. അതുകൊണ്ട് വരുന്നോന്ന് ചോദിച്ചാൽ പോലും ഇപ്പോൾ താങ്ക്സ് പറയുന്നൊരവസ്ഥയിലേക്ക് വരും. പക്ഷെ പണിയെടുക്കുന്നവർ പണിയെടുക്കുക, അങ്ങനെ അധ്വാനിച്ചാലേ ഇതൊക്കെ നേരെയാക്കാൻ കഴിയൂ. ഡോക്ടർമാരും നന്നായിട്ട് അധ്വാനിക്കണം, സ്റ്റാഫും നന്നായിട്ട് അധ്വാനിക്കണം, ഞാനും നന്നായിട്ട് അധ്വാനിക്കണം. അങ്ങനെ നമുക്ക് ഇനി വിസ്മയങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും എൻ്റെ വിജയമായിട്ടാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. യെല്ലോ ഫീവർ വാക്സിനേഷൻ സെൻറ്റർ അതിപ്പോൾ എറണാകുളത്ത് മാത്രമാണുള്ളത്. അത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലും ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം നടത്തിയതുണ്ട്. ആരോഗ്യരംഗത്ത് സാധാരണക്കാർക്ക് കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ സർക്കാർ എത്രത്തോളം മുന്നേറിയെന്ന് വ്യക്തമാക്കുന്നതാണ് മന്ത്രി കെ മുരളീധരൻ പ്രകാശനം ചെയ്തിട്ടുള്ള ഈ പ്രോഗ്രസ് റിപ്പോർട്ട്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പാലിക്കാൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ 50 വിസ്മയ ദിനങ്ങൾ. മെഡിക്കൽ കോളേജ് അധികൃതരും പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്ത ചടങ്ങിന്റെ പൂർണ്ണരൂപം നിങ്ങൾ കണ്ടുകഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും തത്സമയ അപ്ഡേറ്റുകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.